മറ്റ് ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ 50K ഫോളോവേഴ്സ് ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കാറില്ലേ അവരെന്ത് ട്രിക്കാണ് ഉപയോഗിച്ചതെന്ന്? സത്യം പറഞ്ഞ ഇതൊരു ട്രിക്കൊന്നുമല്ല. നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളൊന്നും വൈറലാവാത്തതിൻ്റെ കാരണവും നിങ്ങളുടെ പേജിന് അത്യാവശ്യം ഇംപ്രഷനോ വ്യൂസോ ക്ലിക്സോ വരാത്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ഒരു സോഷ്യൽ മീഡിയ മാനേജറുമാണ്, ഡിജിറ്റൽ മാർക്കറ്ററാണ് എൻ്റെ ഫീൽഡ്. യൂട്യൂബിൽ തന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കണ്ടുള്ളൂ, കാരണം ഇതിൻ്റെ അകത്ത് പറയുന്ന പോയിൻറ്റ്സുകൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം തന്നെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വൈറലാവാനുള്ള പൊട്ടൻഷ്യൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുള്ളൂ. ഈ വീഡിയോ 500 ലൈക്ക് കിട്ടിയാൽ അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പാസീവായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോയിലേക്ക് കയറാം. സ്റ്റെപ്പ് 1, ഒരു നീഷ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം തീം പേജിൽ എന്ത് ടൈപ്പ് കണ്ടൻ്റ് ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കിനെയാണ് നീഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു നീഷ് മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്. പല നീഷിൽ നിന്നുള്ള കണ്ടൻറ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഫോളോവേഴ്സും കിട്ടില്ല, പേജ് ഡെഡായി പോകും. നിങ്ങൾക്ക് നീഷ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ചൂസ് ചെയ്തത് വെയിറ്റ് ലോസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ആയിരുന്നു. അപ്പം നിങ്ങൾ ഏതൊരു നീഷാണോ എടുക്കുന്നത് അതിന് വൈറലാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോയെന്നും മോണിറ്റൈസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോയെന്നും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പൈസ പിന്നീട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് പേജ് എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു നീഷ് വന്നല്ലോ. ഇനി ആ നീഷിനെ ബേസ് ചെയ്തൊരു ഇൻസ്റ്റാഗ്രാം തീം പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് പേജ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർക്കിടയിൽ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന കണ്ടൻറ്റ് വൈറലാവുകയുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള സ്റ്റെപ്സുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് യൂസർ നെയിം സെലക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിന് തുല്യമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ യൂസർ നെയിം സിമ്പിളായിട്ടാണ് വെക്കേണ്ടത്. അതും നീഷിനെ ബേസ് ചെയ്തുള്ള കീവേഡ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കണം. ഇനി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിളാണ്. ഒരു 2 വേർഡ് മെത്തേഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ നീഷിനെ ബേസ് ചെയ്ത് ഒരു കീവേഡ് എടുക്കുക, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു എൻഗേജിങ് ആയിട്ടൊരു വേർഡും കൂടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ലോസ് കാറ്റഗറി ആണെന്ന് വിചാരിക്കുക. വെയിറ്റ് ലോസ് എന്ന നീഷിൻ്റെ ഒരു വേർഡും എടുക്കും, പ്ലസ് ഡെയിലി എന്നൊരു എൻഗേജിങ് വേർഡൊന്ന് ആഡ് ചെയ്യും. അപ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ഡെയിലി എന്നായിട്ട് മാറും. ഇതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് കാറ്റഗറിയിൽ അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്തൊരു പേരാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളും യൂസർ നെയിം സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ നീഷിനനുസരിച്ച് അത്യാവശ്യം സെർച്ച് വരുന്ന ഒരു വേർഡായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെയാണ് ഒരു എൻഗേജിങ് വേർഡ് ഇടേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എൻഗേജിങ് വേർഡിനെ മാറ്റിയെടുക്കാം. എപ്പോഴും പരമാവധി യുണീക്ക് ആയിട്ട് തന്നെ നമ്മുടെ യൂസർ നെയിം വെക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 2, പ്രൊഫൈൽ പിക്ചറും അതിനോടൊപ്പം തന്നെ സ്റ്റോറി ബോർഡറും ആഡ് ചെയ്യുക. നമ്മുടെ ബ്രാൻഡ് നെയിം മാത്രമല്ല നമ്മുടെ ബ്രാൻഡ് ലോഗോയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിടുന്ന DP അത് നമ്മുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ടന്റിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോറി ബോർഡർ അത് ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതിന്റെ സൈക്കോളജി എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നവരായിരിക്കണം എന്നില്ല. പക്ഷേ നമ്മുടെ പ്രൊഫൈൽ പിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ എന്തോ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന്. ആൾക്കാർ വിചാരിക്കുന്ന എപ്പോഴാണ് സെർച്ച് റിസൾട്ടിൽ പോയിട്ട് നമ്മുടെ നീഷ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് വെയിറ്റ് ലോസ് അടിച്ചു നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ട് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അതിന് ഈ സ്റ്റോറി ബോർഡ് ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇവൻ്റെ പേജ് ആക്റ്റീവാണ്, ഇവൻ എന്തോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് വെയിറ്റ് ലോസിനെ ബേസ് ചെയ്തിട്ട് എന്ന് സൈക്കോളജിക്കലി ആൾക്കാർ വിചാരിക്കും. എന്നിട്ട് അവർ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോറി ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല, ഇത് ജസ്റ്റ് നമ്മൾ DP കൊടുത്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവർ വന്ന് ലാൻഡ് ആവുന്നത് നമ്മുടെ പ്രൊഫൈലിലേക്കാണ്. പ്രൊഫൈലിലേക്ക് വന്ന് ലാൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പേജ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണെന്ന് കണ്ടു കഴിയുമ്പോൾ അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേജാണെന്ന് തോന്നിക്കഴിയുമ്പോൾ അവരത് ഫോളോ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇതാണ് സ്റ്റോറി ഐക്കൺ ഇടുന്നതിൻ്റെ ഒരു സൈക്കോളജി. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഇടാൻ ശ്രദ്ധിച്ചോളൂ. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരും ചിലപ്പോൾ ഇത് ചെയ്യണമെന്നില്ല, അവർ ചിലപ്പോൾ ഡെയിലി സ്റ്റോറി ഇടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് കൊണ്ടുകളുടെ ലിസ്റ്റ് വരുമ്പോൾ നമ്മുടേതിന് മാത്രം ഒരു സ്റ്റോറി ബോർഡർ വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ക്ലിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റെപ്പ് 3, ബയോ ഒപ്റ്റിമൈസേഷൻ. ഇൻസ്റ്റാഗ്രാം ബയോ നമ്മുടെ പേജ് റാങ്കിങ്ങിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഒരാൾ നമ്മളെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിക്കാൻ ഒരു ബയോയ്ക്ക് സാധിക്കും. ഒരു വെൽ ഒപ്റ്റിമൈസ്ഡ് ആയ ബയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇത് സിമ്പിളാണ്, ഒരു 4 ലൈൻ ഫോർമുല ഉപയോഗിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ലൈനിൽ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ നീഷ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് കാറ്റഗറി ആണല്ലോ. അപ്പം ഞാൻ പറയും
നിങ്ങളെ വണ്ണം കുറയ്ക്കാൻ ഞാൻ സഹായിക്കും എന്നുള്ള രീതിക്ക് ഒരു ഫസ്റ്റ് ലൈനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഇംപ്രഷൻ കിട്ടി. അവർ ഒന്ന് വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്താണ് ഈ പേജ് എന്നുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ എന്ത് വാല്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അതായത് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ്, ഇപ്പം എൻ്റെ നീഷ് വെയിറ്റ് ലോസ് ആണെങ്കിൽ ഞാൻ വെയിറ്റ് ലോസിൻ്റെ കണ്ടന്റാണ് ഇടുക, ടിപ്സ് ഇടും, ഡയറ്റ് പ്ലാൻ ഇടും, അങ്ങനെ പലതും ഇടും. അപ്പം നിങ്ങളുടെ നീഷ് എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടന്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി തേർഡ് ലൈനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സോഷ്യൽ പ്രൂഫ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതായത് 200 പേര് ഞാൻ കാരണം ബോഡി ട്രാൻസ്ഫോം ചെയ്തു, അല്ലെങ്കിൽ 100 പേര് അങ്ങനെ ബോഡി ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു സോഷ്യൽ പ്രൂഫാണ്. പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി ഫോർത്ത് ലൈനിലേക്ക് വരുമ്പോൾ ഒരു കോൾ ടു ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. കോൾ ടു ആക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ബയോയിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കുകയാണ്, അപ്പം അതിലേക്കെല്ലാം ഒരു കോൾ ടു ആക്ഷൻ കൊടുത്താൽ മാത്രമാണ് അവർ അതിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പം നമുക്കിങ്ങനെ കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് DM ചെയ്യൂ, നമുക്ക് മെസ്സേജ് അയക്കാൻ പറയാം, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ അതിനകത്ത് ഫോം ഫില്ല് ചെയ്യൂ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കോൾ ടു ആക്ഷനായി മാറിക്കോളും. ആൾക്കാരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുകയാണ്. അതാണ് ആ ഒരു കോൾ ടു ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു പെർഫെക്റ്റ് ബയോയിൽ വരേണ്ടത്. അപ്പോൾ ഒരു വെൽ ഒപ്റ്റിമൈസ്ഡ് ബയോ ഫൈനലി എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിളായിട്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോയുടെ താഴെ ഞാൻ ആ പ്രോംപ്റ്റ് അയച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പാണ് നെയിം ഫീൽഡ് ഒപ്റ്റിമൈസേഷൻ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നെയിം ഫീൽഡാണ് പേജ് ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ SMO ഫാക്ടർ. SMO എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. ഇൻസ്റ്റാഗ്രാം സെർച്ച് അൽഗോരിതം കീവേഡ്സ് സ്കാൻ ചെയ്തിട്ടാണ് പേജസിനെ റാങ്ക് ചെയ്യുന്നത്. ഈ ഗൂഗിളിൽ വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യില്ലേ, അത് SEO ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടുകൾ റാങ്ക് ചെയ്യുന്നത് SMO ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പേജ് ഗ്രോത്ത് ഉണ്ടാവില്ല, ഫോളോവേഴ്സ് കൂടില്ല, നമ്മുടെ പേജിന് വിസിബിലിറ്റി കുറയും. എങ്ങനെ കൃത്യമായി നെയിം ഫീൽഡ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ നീഷിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന 3 ടോപ്പിക് എന്താണെന്ന് നോക്കുക. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെയിറ്റ് ലോസ്, ഫാറ്റ് ബേൺ, ഡയറ്റ് ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഈ പറഞ്ഞ 3 കീവേഡ് എടുത്തിട്ട് എൻ്റെ നെയിം ഫീൽഡിലേക്ക് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ഇതിൽ ഏത് കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ അക്കൗണ്ടാണ് പോപ്പപ്പ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എനിക്ക് മാക്സിമം വിസിബിലിറ്റി കിട്ടി. അതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാരുടെ എൻഗേജ്മെൻറ്റ് ഫോളോവേഴ്സും അതിൻ്റെ അകത്ത് തന്നെ വന്നോളൂ. അപ്പോൾ അതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളുടെ നീഷ് ഏതാണോ നിങ്ങളുടെ നീഷിലെ ഏറ്റവും വോളിയം കൂടിയ 3 കീവേഡുകൾ നിങ്ങളുടെ നെയിം ഫീൽഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെയിം ഫീൽഡ് ഒപ്റ്റിമൈസേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സ്മാർട്ട് അസിസ്റ്റൻ്റ് പോലെയാണ്. നമ്മുടെ ബിഹേവിയറിൽ നിന്നാണ് ഇവനെല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആരാണ്, നമ്മുടെ കണ്ടന്റ് എന്താണ്, ഇത് ആരുടെയിലാണ് എത്തിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇൻസ്റ്റാഗ്രാം അൽഗോരിതമാണ്. അപ്പോൾ ഇവനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മുടെ പോസ്റ്റ് എക്സ്പ്ലോർ പേജിലും ഹാഷ്ടാഗിലും അതുപോലെ സജസ്റ്റഡ് ഫീഡിലും ഒക്കെ ചെല്ലുള്ളൂ. പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന പോലെ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തീം പേജ് ഉപയോഗിക്കരുത്. കാരണം അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിനെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും ഒക്കെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം തീം പേജിൽ നിന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരതൊരു പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കാണുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് ആയിരിക്കാം. അവർക്ക് പല കണ്ടന്റുകളായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാമിന് ഒരു ബാഡ് സിഗ്നൽ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നീഷിലുള്ള ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പേജസ് തന്നെ ബിസിനസ് അക്കൗണ്ട് തന്നെ ആയിരിക്കാം. എല്ലാം നമ്മുടെ കണ്ടന്റിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കണം പോകേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നീഷിനെ റിലേറ്റ് ചെയ്യാത്ത ഒരു പോസ്റ്റിലും ലൈക്ക് ചെയ്യരുത്, സേവ് ചെയ്യരുത്, കമൻറ്റ് ചെയ്യരുത്, അവരുടെ റീല് കാണാൻ പോലും പോകരുത്, അറിയാതെ പോലും. കാരണം ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം നോക്കിയിരിക്കുകയാണ്. നമ്മൾ എന്ത് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് കഴിഞ്ഞാലും അത് ഇൻസ്റ്റാഗ്രാമിന് അറിയാം, അൽഗോരിതത്തിന് അറിയാം. സോ നമ്മളൊരു വീഡിയോ ഒരു 50% അപ്പുറം കണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ അവർ സിഗ്നൽ എടുക്കും. അതായത് ഇവൻ ഈ കണ്ടന്റൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് നോട്ട് ചെയ്യും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നീഷിലുള്ള ആളുടെ കണ്ടന്റുകളിൽ മാത്രം എൻഗേജ്മെന്റ് ചെയ്യുക. അവരുടെ വീഡിയോസ് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെല്ലാം നമ്മുടെ ഒരു അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ്. മറ്റൊരാളുടെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആയിരിക്കാം, അവർക്കൊരു ലൈക്കോ കമന്റോ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പകരം നമ്മൾ ആ അക്കൗണ്ടിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യുകയാണ്. അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വേറൊരു ഓപ്ഷനാണ് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ റെലവന്റ് ആയിട്ടുള്ള നീഷ് കീവേഡും ഹാഷ്ടാഗും ഉപയോഗിക്കുക എന്നുള്ളത്. ഹാഷ്ടാഗ് ഒക്കെ ഡെഡ് ആയി എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ഹാഷ്ടാഗ് ഉപയോഗിക്കുന്ന പല പോസ്റ്റുകളും എക്സ്പ്ലോർ പേജിലേക്ക് കൂടുതൽ പുഷ് ആവുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കീവേഡ്, അതായത് നീഷിനകത്ത് വരുന്ന കീവേഡുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുക. എല്ലാ ടിപ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ പേജ് ഗ്രോത്ത് കാണിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇംപ്രഷനേക്കാളിലും 100% കൂടുതൽ ഇംപ്രഷൻ എന്തായാലും വരും. ഇനി ഈ പറയുന്ന പ്രോംപ്റ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇപ്പോൾ നീഷ് കൊടുത്താൽ നിങ്ങൾക്ക് ChatGPT എല്ലാം തരും ഞാൻ പറയുമല്ലോ. ആ ഒരു പ്രോംപ്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
പോരാങ്ങിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് കമൻറ്റിൽ പറഞ്ഞോളൂ, ഞാൻ അവിടെ വന്നിട്ട് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യണം, ഫുള്ള് വീഡിയോ കാണുക, ഈ പറയുന്നതെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും പേജ് ഗ്രോത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു.